ഒരു കാലഘട്ടത്തിന് മുഴുവൻ പ്രചോദനമേകിയ അതുല്യനായ പ്രഭാഷകൻ, മുഖം നോക്കാത്ത വിമർശനത്തിന്റെ നായകൻ, ചിന്തിപ്പിക്കാത്തവനെ ചിന്തിപ്പിക്കുകയും എതിർത്ത് നിൽക്കുന്നവനെ കൊണ്ടുപോലും കൈയടിപ്പിക്കുകയും ചെയ്തിരുന്ന വാചാലതയുടെയും വാക്ചാതുര്യത്തിന്റെയും സാഗര ഗർജനം. വിശേഷണങ്ങൾ ഏറെയുണ്ട് പ്രസംഗകലയുടെ ആചാര്യനായ സുകുമാർ അഴീക്കോടിന്. ആ അഴീക്കോടൻ സാഗരത്തിലെ തിരകൾ നിലച്ചിട്ട് ഇന്ന് 12 വർഷം. ഒന്നാന്തരം അധ്യാപകനായി, യൂണിവേഴ്സിറ്റി പ്രൊഫസറായി, പ്രോ വൈസ് ചാൻസലറായി, ഇതിനിടയിൽ കുറച്ചു കാലം മാധ്യമ പ്രവർത്തകനായി, അങ്ങനെ പല റോളുകളിൽ സമൂഹത്തിലിറങ്ങി നീചത്വങ്ങൾക്കെതിരെ വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും ഒരേപോലെ പ്രതികരിക്കാൻ തയ്യാറായ വ്യക്തികളിൽ ഒരാളാണ് സുകുമാർ അഴീക്കോട്. ഗാന്ധിയൻ ചിന്താഗതിയിലൂടെയുള്ള സഞ്ചാരമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നാളുകളിലെ ഒരു മുഖം. 2ാം തലത്തിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും അറിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പക്വതയോടെ പെരുമാറാനും ഒപ്പം സാഹിത്യ മൂല്യങ്ങളെ മനസ്സിലാക്കിക്കാനുമുള്ള തലത്തിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. 3ാം തലത്തിൽ വാക്കുകൾ കൊണ്ടും രചനകൾ കൊണ്ടും ആളുകളെ പിടിച്ചിരുത്താനുള്ള കഴിവിലേക്കും വ്യക്തിത്വത്തിലേക്കും സുകുമാർ വളർന്നു. വരും വരായികകളെ ഓർത്ത് സത്യത്തെയും സ്വന്തം തീരുമാനങ്ങളെയും ചിന്തകളെയും മറച്ചുവെക്കാതെ ഉറച്ച ശബ്ദത്തോടെ ധീരമായി വിളിച്ചു പറയാൻ ഒട്ടും മടി കാണിക്കാത്ത വ്യക്തിത്വമായിരുന്നു അഴീക്കോടിൻ്റെത്. ഭാരതീയ കാവ്യ സംസ്കൃതിയെക്കുറിച്ച്, ഭാരതീയതയെക്കുറിച്ച്, പൗരത്വ കാവ്യ സമ്പ്രദായങ്ങളെക്കുറിച്ച് അഗാധമായ അറിവുണ്ടായിരുന്ന അദ്ദേഹത്തിന് എഴുതുവാൻ ഇനിയുമേറെയുണ്ടായിരുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിനും വർഷങ്ങൾ മുമ്പേ RSSഉം BJPയും മറ്റു ഹിന്ദു ഭീകര സംഘടനകളും കൂടി അതിന് വട്ടം കൂട്ടുകയാണെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. മുഹമ്മദീയർ ആരാധനയ്ക്ക് വേണ്ടി രാമൻ ജനിച്ചിടത്ത് ഒരു ദേവാലയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലോകാഭിരാമനായ ശ്രീരാമന് ഇതിൽ കവിഞ്ഞ് ആദരത്തിനും പൂജ്യത്തിനും വേണ്ടി എന്താണ് വേണ്ടത്? ഞാനിതിന് മേന്മയാണ് ധരിച്ചത്. പക്ഷേ നമ്മളോടിപ്പോൾ പുതിയ നേതാക്കൾ പറയുന്നു ഇത് ഇന്ത്യയുടെ ദൗർബല്യമാണ്, കൊള്ളരുതായ്മയാണ്, ഈ തെറ്റ് ഉടനെ തിരുത്തണമെന്ന്. ആ പള്ളി പൊളിച്ചാൽ പള്ളിയല്ല പൊളിയുക, ഇന്ത്യയാണ്, ഇന്ത്യയുടെ സംസ്കാരമാണ്, അവിടെ രാമന്റെ ചോര കാണും. രാവണന് കഴിയാത്ത രാമവധമെന്ന് ഇവർക്ക് കഴിയുമെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചത്. അഴീക്കോട് ദീർഘദർശനം ചെയ്തതുപോലെ പള്ളി തകർത്തു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അതിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രഭാഷണ പരമ്പര തന്നെ അദ്ദേഹം നടത്തി. തൃശൂർ സാഹിത്യ അക്കാദമി അങ്കണത്തിൽ 7 ദിവസം തുടർച്ചയായി പ്രസംഗിച്ചു. ഈ പ്രസംഗ സപ്താഹം ഭാരതീയത എന്ന പേരിൽ പുസ്തകവുമാക്കി. മുറിവേറ്റ ജനവിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകാനും അക്രമികൾക്ക് മേൽ അന്തമറ്റ പ്രഹരമേൽപ്പിക്കാനും ആ പ്രഭാഷണങ്ങൾക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിരുന്നു. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും നവകേരളയും ഭാരത് ജോഡോ ന്യായവും ഒക്കെ നടക്കുമ്പോൾ അന്ന് ഉയർന്നതുപോലൊരു അഴീക്കോടൻ മുഖം ഇന്ന് ഉയർന്നിട്ടില്ല, ഇനി ഉണ്ടാകാനുമിടയില്ല. വർഗീയതയ്ക്കെതിരെ ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങിയ ആ അഴീക്കോടൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പദവിയും പ്രശസ്തിയും നോക്കാതെ തന്റെ വിമർശനത്തിന്റെ എല്ലാ ആയുധമുറകളും പ്രയോഗിക്കുമായിരുന്നിരിക്കണം. വർഗീയതയുടെയും വിഘടനത്തിന്റെയും പകയുടെയും വിഷം പകർത്തുന്നവരെ ഒരു നിമിഷമെങ്കിലും അന്താളിപ്പിക്കുന്ന ഒരെഴുത്തെങ്കിലും നൽകുമായിരുന്നിരിക്കണം. സാഹിത്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും സാംസ്കാരിക രംഗത്തായാലും മുഖം നോക്കാത്ത വിമർശനത്തിന് അഴീക്കോട് എന്നും ഒരു മാതൃകയായിരുന്നു. ഉപനിഷത്തും സാഹിത്യവും ഗാന്ധിജിയുമാണ് തന്റെ ജീവിതം സദാ പ്രചോദിപ്പിക്കുന്ന 3 വിഭവങ്ങളെന്ന് അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അറിയുന്ന, അദ്ദേഹത്തിന്റെ ജീവിതം അറിയുന്നവർക്ക് ഈ വാക്കുകൾ പുതുമ നൽകുന്നതായിരുന്നില്ല. കാരണം ഗാന്ധിയൻ ചിന്തകളോടും ഗാന്ധിജിയോടും അത്രയേറെ നീതി പുലർത്തിയ വ്യക്തിയായിരുന്നു സുകുമാർ അഴീക്കോട്. മഹാത്മാവിന്റെ മാർഗം എന്ന കൃതിയിൽ ഗാന്ധിയൻ ശാസ്ത്രത്തോടുള്ള ആ അറിവും ആരാധനയും അത്രയേറെ സ്പഷ്ടമായിരുന്നു. കൂടാതെ ഗാന്ധിജിയുടെ 125ാം ജന്മവാർഷികത്തിന് കേരളത്തിലെ 125 ഗ്രാമങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ ഒരു റെക്കോർഡ് തന്നെയായിരുന്നു. മഹാത്മാവിന് ആരും നൽകിയിട്ടില്ലാത്ത ഒരു ഗുരുദക്ഷിണ. തത്വമസിയുടെ രചനയോടെയായിരുന്നു അഴീക്കോടിലെ ഉപനിഷത്ത് പണ്ഡിതനെ ലോകം മനസ്സിലാക്കിയത്. മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വേദാന്ത പഠനമായിരുന്നു തത്വമസി. മലയാളത്തിന്റെ വിമർശന രംഗത്ത് ഒട്ടേറെ പ്രത്യേകതകൾ തുന്നിച്ചേർത്ത സാഹിത്യകാരനാണ് അഴീക്കോട്. ഖണ്ഡവിമർശനമാണ് വിമർശനമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിമർശന ഗ്രന്ഥമായാണ് കരുതുന്നത്.
ഒരു കവിയുടെ എല്ലാ കൃതികളെയും സമഗ്രമായി വിമർശിക്കുന്ന ആദ്യത്തെ കൃതി എന്നുള്ള ബഹുമതിയും അതിന് ലഭിച്ചിട്ടുണ്ട്. അധ്യാപകനും ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തകനും എല്ലാറ്റിനുമുപരി പ്രഭാഷക പ്രിയനുമായിരുന്ന പനങ്കോട് ദാമോദരൻ മാസ്റ്ററുടെയും തട്ടാരത്ത് മാധവി അമ്മയുടെയും മകനായി 1926 മെയ് 12 കണ്ണൂർ ജില്ലയിലെ അഴീക്കോടാണ് KT സുകുമാർ എന്ന പ്രഭാഷണ കലാകുലപതിയുടെ ജനനം. അഴീക്കോട്ടെ സ്ഥിരം പ്രഭാഷകരിൽ ഒരാളായ ദാമോദരൻ മാസ്റ്ററുടെ പ്രസംഗകലയോടുള്ള പ്രിയത്തിന്റെ ഒരു ഭാഗം ഇരട്ടി ആർജവത്തോടെ മകനും നേടിയെടുക്കുകയായിരുന്നു. പ്രസംഗത്തിലെ താളാത്മകതയെ അതിസ്പഷ്ടമായി വരച്ചു കാട്ടുന്ന അഴീക്കോടൻ പ്രസംഗങ്ങളെ ബഷീറാണ് സാഗര ഗർജനമെന്ന് വിശേഷിപ്പിച്ചത്. തത്വമസി എന്ന കൃതിക്ക് തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, രാജാജി അവാർഡ് തുടങ്ങി 12ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. രമണനും മലയാള കവിതയും, ഗുരുവിന്റെ ദുഃഖം തുടങ്ങി മൊത്തം 35ഓളം കൃതികളാണ് അഴീക്കോടിൻ്റെതായുള്ളത്. ചരമത്തോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല. ഒരു പുതിയ ജീവിതത്തിന്റെ മനോഹരമായ നാടകമാണതെന്ന് പറഞ്ഞു വെച്ച അഴീക്കോടിന്റെ വിടവിലേക്ക് പക്ഷേ ആരും എത്തിയതില്ല. ആ ചരമത്തോടെ ആ കാലം അവസാനിക്കുകയായിരുന്നു. ഇന്നും ഉണ്ടെങ്കിലെന്ന ആ ഓർമ്മകൾക്കിന്ന് 12 വയസ്സാകുകയാണ്.